നമസ്കാരം, ET ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് പൊതുവെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതായത് നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ 8 മണിക്കൂർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടുന്നവരാണ് നമ്മുടെ ഇടയിൽ ഭൂരിഭാഗം ആളുകളും. പക്ഷെ നമുക്ക് ഒരു പാസീവ് ഇൻകത്തെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നുമുള്ള ഒരു അവസരങ്ങൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സമയം കിട്ടുന്നില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലും നമുക്ക് എങ്ങനെയാണ് ഒരു വിവേകപൂർണ്ണമായിട്ട് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് പുറമെ എങ്ങനെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാം എന്നൊക്കെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളിൽ കൂടുതലും. അപ്പോൾ അത്തരത്തിൽ പാസീവ് ഇൻകം കൂടിയും, അതായത് ഒരു 9 to 5 ജോബ് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു പാസീവ് ഇൻകം ആയിട്ട് കൃഷിയെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമ്മളിതിന് മുന്നേ അദ്ദേഹത്തിന് സെഷൻസ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. അതിന്റെ പുറമെ ഈ ഒരു തിരക്കിന്റെ ഇടയിലും അദ്ദേഹം കൃഷിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു പാസീവ് ഇൻകം ആക്കി മാറ്റിയിട്ട് നല്ലൊരു വരുമാനം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ സംസാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. വെൽക്കം സർ. നമസ്കാരം. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ അടക്കമുള്ള ആളുകൾ, കൂടുതലായിട്ടുള്ള ആളുകളും ജോലി ചെയ്യുന്നു, അതിൻ്റെ ഒരു ഇൻകം കിട്ടുന്നു, എന്നതിനപ്പുറത്തേക്ക് നമുക്ക് മൂന്നാമതൊരു അല്ലെങ്കിൽ രണ്ടാമതൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ സമയമില്ല എന്ന് പറഞ്ഞ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒതുങ്ങി നിൽക്കുന്നവരാണ്. അപ്പോൾ എങ്ങനെയാണ് സാർ ഈ പറയുന്ന ജോലിയും അതിൻ്റെ പുറമെ ഒരേക്കർ സ്ഥലത്ത് കൃഷിയൊക്കെ ആയിട്ട് മാനേജ് ചെയ്യുന്നത്? ഞാൻ കൃഷിയിലേക്ക് വന്നത്, ഞാൻ ആദ്യം കൃഷി എൻ്റെ ഫീൽഡിലില്ലാത്തൊരു ഇതായിരുന്നു. എൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ MCOM കഴിഞ്ഞു. അതിനുശേഷം ക്യാപ്സ്റ്റോക്സ് ആൻഡ് സെക്യൂരിറ്റീസിൽ ഇക്വിറ്റി റിസർച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2008 to 2012 വരെ. പിന്നെ ടെക്നോ പാർക്കിലേക്ക് മാറി. ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആയിരുന്നു ഒരു $6 എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ. ആ സമയത്താണ് ശരിക്കും കൃഷി യഥാർത്ഥത്തിൽ നമ്മളെ ജോലിയിൽ നിന്നും ഭയങ്കര സ്ട്രെസ്സ് ഇതെല്ലാം ഒഴിവാക്കാനും പിന്നെ ഒരു സെക്കൻഡറി ഇൻകം എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ കൃഷിയും വന്നത്. അതായത് അന്ന് സെക്കൻഡറി ഇൻകത്തേക്കാൾ ഉപരി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കുക, അത് നല്ല ഭക്ഷണം കഴിക്കുക, നമ്മളെ അയൽവക്കക്കാർക്കും എല്ലാവർക്കും ഇത് കൊടുക്കുക, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ഇത് കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ് ഇതെല്ലാം തുടങ്ങിയത്. അപ്പോൾ നമുക്ക് പൈസ എല്ലാ മാസവും സാലറി വരുന്നുണ്ട്. ഈ സാലറിയിൽ നിന്ന് നമുക്ക് കുറച്ച് എമൗണ്ട്, നമ്മൾ ഏകദേശം അന്ന് ഒരു 5000-6000 രൂപയ്ക്ക് മേലെ നമ്മൾ പച്ചക്കറികൾക്കും ഭക്ഷണത്തിനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതെങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി വന്നു. പിന്നെയാണ് ഹൗ ഓൾഡ് ആർ യു സിനിമയൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടി ആവേശം കയറി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കൃഷിയിലേക്ക് വരുന്നത്. അന്ന് ടെറസ് ഫാമിംഗ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ടെറസ് ഫാമിംഗ് ചെയ്തു. അപ്പോൾ നമുക്ക് വീട്ടിലേക്കുള്ള എല്ലാ പച്ചക്കറികളും നമ്മുടെ അയൽവക്കക്കാർക്കുള്ള കുറേ ഇതൊക്കെ നമുക്ക് അന്ന് ചെയ്തിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് പഠിച്ച് ആവേശമായപ്പോൾ എന്ത് വെച്ചെങ്കിൽ ടെക്നോ പാർക്കിൻ്റെ ജോലി റിസൈൻ ചെയ്തു. എന്നിട്ടാണ് കൃഷിയിലേക്ക് ഫുൾ ടൈം കൃഷിയിലേക്കായിട്ട് നാട്ടിലേക്ക്, പാലക്കാടാണ് നാട്ടിലേക്ക് പോയി. അവിടെ വീട്ടിൽ സ്ഥലമുണ്ട്, കുറച്ചൊരു 2 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ പച്ചക്കറി കൃഷി ലൈവായിട്ട് പോകുന്നുണ്ട്. പിന്നീടാണ് സെബി രജിസ്ട്രേഷനൊക്കെ അതിന് ശേഷം എടുത്തതാണ്. ഇപ്പോൾ 2 വർഷം, ഒരു 2025 ലാസ്റ്റിലേക്കാണ് കിട്ടിയത്. അപ്പോൾ ഇതുമെല്ലാം ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് ഓഫീസിൽ പോകുന്നതായിട്ട് മുൻപ് ഒരു അരമണിക്കൂർ ഒരു ദിവസം കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പറയുകയാണെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു മണിക്കൂറൊക്കെ നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന പോലെ രാവിലെ ഈ കൃഷിയിടത്തിൽ ഇറങ്ങിയിട്ട് നടന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മൈൻഡ് ഭയങ്കര റിഫ്രഷായി പോകും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ദിവസം ഫുൾ ചാർജാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലൈഫ് പോകുന്നത് ശരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക്, അതായത് ഞാൻ അടക്കമുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ ഈ ഏക്കർ കണക്കിന് സ്ഥലങ്ങളില്ലല്ലോ. പക്ഷെ ഗ്രാമത്തിലുള്ള ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മറ്റു നാടുകളിലുള്ളവരെ സംബന്ധിച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ സിറ്റി ലൈഫിലൊക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സ്ഥലം എന്നുള്ള ഒരു പരിമിതിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു പാസീവ് ഇൻകം എന്നുള്ള രീതിയിൽ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് അന്വേഷിക്കാൻ പറ്റും? ഓക്കെ, ഇതിൽ നമ്മൾ നോക്കാം. നമുക്ക് ഈ ഒരു വർഷം ഇതിൽ ഇപ്പം നമുക്ക്
ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ലാർജ് സ്കെയിലിൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പകരം എന്താ വെച്ചാൽ ഒരു മേൽക്കൂര മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 5 സെൻറ്റ് സ്ഥലത്തിനുള്ളിലാണ് നിൽക്കുന്നത്. അവിടെ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ഒരു ടെറസ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റേ മതിലിൻ്റെ തിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ കുറേ സ്പേസുകളുണ്ട്. ഞാനും ആദ്യം തുടങ്ങിയത് അതിൽ തന്നെ തുടങ്ങിയത്. കാരണം ആകെ ഒരു 10 കൂടയിൽ വെച്ചിട്ട് തക്കാളിയും മുളകും വെണ്ടയും വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും. അപ്പോൾ ഇത് നോക്കുമ്പോൾ അത് ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പായപ്പോൾ മനസ്സിലായത് നമുക്ക് ഏകദേശം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനം അവിടെ ഉണ്ടായി. അതിലൂടെ നമ്മളൊരു 5,000 രൂപയോളം നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. ഇന്ന് എങ്ങനെയാണ് കൂട്ടെ നമ്മളിപ്പോൾ SIP ചെയ്യുന്നത് നിൽക്കുക. അപ്പോൾ ഈ ഒരു 5,000 രൂപ അല്ലെങ്കിൽ 6,000 രൂപ നമ്മളൊരു 12% ഈ സേവ് ചെയ്യുന്ന പൈസ 12% റിട്ടേൺസ് കിട്ടിയിട്ട് ഒരു 15 വർഷം ഇതാക്കി ഏകദേശം 25 ലക്ഷം രൂപയോളം 24-25 ലക്ഷം രൂപയോളം വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റുക. അപ്പം ഓരോരുത്തരുടെയും കണ്ടീഷൻ വ്യത്യസ്ത തരത്തിലാണ്. നമുക്കങ്ങനെ ഇത് കൃഷി എന്ന് പറയുന്നത് താല്പര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് വന്നിട്ടും കാര്യമില്ല. പിന്നെ നമ്മുടെ ഒരു പരിചയത്തിലൊരു ഡോക്ടർ ഇതുണ്ട്. അദ്ദേഹം ഒരു സിറ്റിയിൽ തന്നെ താമസിക്കുന്നത്, പക്ഷെ അദ്ദേഹത്തിന് കുടുംബപരമായി കിട്ടിയിട്ടുള്ളൊരു 1 ഏക്കറിന് മേലെ സ്ഥലമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹം അതിൽ ഫുള്ളായിട്ട് ഡ്രിപ്പെല്ലാം ചെയ്തിട്ട് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പുള്ളി പറയുന്നത് എന്താ വെച്ചാൽ ഞായറാഴ്ച ദിവസം അദ്ദേഹം വൈഫും കൂടിയിട്ട് വന്നിട്ട് ആ തോട്ടത്തിലൊക്കെ ഒന്ന് പോയി കുറച്ച് നേരം ഇതാവും. കാരണം അത്രയും സ്ട്രെസ്സാണ്. ഡോക്ടേഴ്സിന് സർജനാണ് അദ്ദേഹം, ഓർത്തോ സർജനാണ്. ഈ ഓർത്തോ സർജനെ സംബന്ധിച്ച് അത്രയും അവരുടെ പ്രഷർ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം റിലാക്സ് ചെയ്യാനായിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇത് വരുമാനത്തെക്കാൾ ഉപരി ഒരു റിലാക്സേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഇതുള്ള ആളുകൾക്കാണെങ്കിൽ ഇങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ ഇത് എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ കൃഷി എന്ന് പറഞ്ഞ പഴയ പോലെ നമ്മൾ മണ്ണിട്ട് ഇതാക്കി വെത്ത് കുത്തിയിട്ടിട്ട് നമ്മൾ എല്ലാ ദിവസവും പോയി നനച്ച് അങ്ങനെ ഉള്ളേക്കാൾ ഉപരി ഇപ്പോൾ കുറേ മെക്കനൈസേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നനയ്ക്കാൻ സൗകര്യം പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഡ്രിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെടികളെല്ലാം വെക്കുന്നു, അതിൽ ഡ്രിപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് ചെറിയ നമ്മളുടെ ടാങ്കിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന മോട്ടറുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടറും ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ആ സമയമായി കഴിഞ്ഞാൽ അത് മോട്ടർ ഓൺ ആയിക്കാൻ എല്ലാത്തിലേക്കും നനഞ്ഞോളും. എല്ലാവരും പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ നമ്മൾ കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്താൽ തന്നെ നനയ്ക്കാൻ നമ്മൾ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ നനയ്ക്കാൻ സമയം ഉണ്ടാവില്ല എന്നാണ് പ്രശ്നം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൽ നിന്നും സേവിങ്സ്, ചെറിയ ആളുകൾക്കാണെങ്കിൽ സേവിങ്സിനെ പിടിച്ച് നമ്മൾ ഈ സേവ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കായിട്ട് ഇത് ചെയ്യാം. പിന്നെ വേറെ ഗ്രൂപ്പുണ്ട്. അവർ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 50 സെൻറ്റ് സ്ഥലമോ 1 ഏക്കറോ 2 ഏക്കറോ ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞൊരു 5 വർഷം 10 വർഷമായിട്ട് ചിലപ്പോൾ നോൺ പ്രൊഡക്റ്റീവായി കിടക്കുകയായിരിക്കും മേ ബി. അപ്പോൾ അവർക്ക് ഇത്തരത്തിലൊരു സംഗതി നോക്കാം. ഒരാളെ വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും അതിനെ പ്രൊഡക്റ്റീവായി മാറ്റാം. കേരളത്തിൽ അങ്ങനെ നോക്കി ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ നോൺ പ്രൊഡക്റ്റീവായി കിടക്കാറുണ്ട്. നമ്മൾ ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത് കാണുമ്പോൾ ഒരു വിഷമമാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഈ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അസറ്റ്സിനെ പ്രൊഡക്റ്റീവ് അസറ്റ്സ് ആക്കി മാറ്റുക എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി ഇതിൽ ഉണ്ട്. പിന്നെ ഈ കൃഷി മാത്രമല്ല, ഞാൻ ഇതിൽ വേറൊരു ഇതും കൂടി ആഡ് ചെയ്യാനുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു 50 വയസ്സോളം ആയിട്ടുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം 10-16 വർഷം വേറൊരു എഞ്ചിനീയറിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ആ ജോലി നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് അദ്ദേഹം വേറൊരു ജോലി അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ 50 വയസ്സാവുന്ന സമയത്ത് പലപ്പോഴും ജോലി കിട്ടാൻ ഇതാവുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്ത് ആൾ പറഞ്ഞു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സ്ഥിതിയൊക്കെ ആയി. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടെന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു, എനിക്ക് എൻ്റെ വീടുണ്ട്, ഞാനിപ്പോൾ ആ വീട്ടിലല്ല താമസം, ഞാൻ വേറൊരു വീട്ടിലെ താമസം. അപ്പോൾ ആ ഒരു വീട് അവിടെ ഉണ്ട്. പിന്നെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് വേറൊരു വീട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 വീട് അവിടെ ഉണ്ട്. ഇത് രണ്ടും വാടകയ്ക്ക് കൊടുത്തിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആ അസറ്റ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാം, അല്ലെങ്കിൽ Airbnb-യിൽ ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഡെയിലി ഇൻകം മന്ത്ലി ഇൻകം ആക്കാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ജോലി, എനിക്ക് ഇന്നതാണ് ജോലി, അപ്പോൾ അതിൽ നിന്ന് സാലറി വരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് വരുന്നു, ഒരു ബിസിനസ് ആണെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് വരുന്നു, അത് മാത്രം ഫോക്കസ് ചെയ്ത് പോകും. പക്ഷേ ഇങ്ങനെ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ
അസറ്റ്സ് തന്നെ ഉണ്ടാവും ഏതെങ്കിലും സ്ഥലത്തായിട്ട്, ഇതുപോലെ നോൺ പ്രൊഡക്റ്റീവായി കിടക്കുന്ന അസറ്റ്സ് ഉണ്ടാവും. അതൊന്ന് ചിന്തിച്ച് അതെങ്ങനെ പ്രൊഡക്റ്റീവാക്കി മാറ്റാമെന്ന് വിചാരിച്ചാൽ അത് നമുക്കൊരു സെക്കൻഡറി ഇൻകം ആക്കി മാറ്റാം. ശരിക്കും നമുക്ക് എപ്പോഴും പ്രൈമറി ഇൻകത്തിൻ്റെ കൂടെ ഒരു സെക്കൻഡറി ഇൻകം വേണം. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഇപ്പോൾ പ്രൈമറി ഇൻകം വേണമെങ്കിൽ 2 ഉണ്ടെന്ന് പറയാം. കാരണം ഇപ്പം ഈ റിസർച്ച് ആക്ടിവിറ്റി പോകേണ്ട ഇൻവെസ്റ്റ്മെൻ്റ് അല്ലാണ്ട് കൂടെ കൃഷിയുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സ്റ്റോക്ക് മാർക്കറ്റ് എത്രത്തോളം ഇടിഞ്ഞാലും എനിക്ക് പേടിക്കാനില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ എനിക്ക് വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ മറ്റിതെല്ലാം, അല്ലെങ്കിൽ എൻ്റെ ഒരു വാർഡ്, എൻ്റെ പഞ്ചായത്ത് പറയാൻ പറ്റില്ല, ഒരു വാർഡിന് ഫീഡ് ചെയ്യാനുള്ള പച്ചക്കറി എൻ്റെ തോട്ടത്തിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പറയാം. അപ്പൊ ഞാൻ പറയുന്നത്, അതായത് ഇപ്പോൾ ഈ പറയുന്ന കൃഷിയൊന്നും പോസിബിൾ അല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു പാസീവ് ഇൻകം ഐഡിയാസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐഡിയാസ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുക? വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ? അത് ഓരോരുത്തരുടെയും വ്യക്തിഗതമായിട്ട് നമുക്ക് ഇതാക്കാം, പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കൃഷി എന്തായാലും എല്ലാവർക്കും പറ്റില്ല. എന്നാൽ ഇങ്ങനത്തെ അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇതാക്കാം. പിന്നെ നിലവിൽ നമ്മളെല്ലാവരും ഒരു തൊഴിൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ തൊഴിലിൽ ചിലപ്പോൾ നമ്മളൊരു 5 വർഷമൊക്കെ മേലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മളൊരു സ്കില്ല് നേടിയിട്ടുണ്ടാവും. ഇത് ആവശ്യമുള്ള വേറൊരു ആളവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു അത്യാവശ്യം ക്യാമറ എല്ലാം ചെയ്യാൻ അറിയാവുന്ന ഒരു കക്ഷിയാണ്. എന്നാൽ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് ക്യാമറ എഡിറ്റിംഗ് എല്ലാം അറിയാം. സ്ഥിരമായിട്ട് അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതേ സ്കില്ല് വേറൊരാൾക്ക് കൊടുക്കാം. 1 മണിക്കൂർ 2 മണിക്കൂർ കൊടുത്താൽ ആ ഒരു ഓർഗനൈസേഷനിൽ ഗുണമാണ്. ചിലപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ക്യാമറാമാനെ എഡിറ്റ് വെച്ചിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇവരുടെ ഈ ജോലി സമയം കഴിഞ്ഞിട്ടുള്ള സമയം 1 മണിക്കൂർ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് സർവീസ് കൊടുക്കുകയാണെങ്കിൽ അത് ഇദ്ദേഹത്തിന് പൈസ കിട്ടും. കൂടെ ആ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്ത് വരാനൊരു സാധ്യതയാണ്. കാരണം അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ഫുൾ ടൈം ഒരു എംപ്ലോയിനെ വെക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അപ്പോൾ അവർക്കും ഗുണമാണ്, ഇവർക്കും ഗുണമാണ്. ഇങ്ങനെ നമ്മൾക്ക് എങ്ങനെ ഒരാൾക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുത്താൻ പറ്റുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പൈസ ഉണ്ടാക്കുന്നതിനെ പോലെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എന്താണ് ഒരാൾക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? ഈ വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് പൈസ വരുള്ളൂ. പൈസ താനെ വരില്ല. ഓക്കെ, ഒരു ഉദാഹരണം പറയുന്നത്, നമ്മൾ വെറുതെ ഇരുന്ന് ചാടി, ഈ ചാടുമ്പോൾ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അതുകൊണ്ടാണ് പൈസ വരാത്തത്. എന്നാൽ ഓക്കെ, നമുക്ക് ആർക്കെങ്കിലും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് പൈസ ജനറേറ്റ് ആവും. എത്രത്തോളം അധികം പേർക്ക് വാല്യൂ ക്രിയേറ്റ് പെട്ട് കഴിഞ്ഞാൽ അത്രയും അധികം പൈസ ജനറേറ്റ് ആവും. അപ്പം എങ്ങനെ നമുക്കൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടാമെന്നായിരിക്കണം നമ്മുടെ ചിന്ത എപ്പോഴും ഉണ്ടാവുന്നത്. ഞാനിപ്പോൾ പറയുന്നത് ഒരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട്. അതായത് ഇപ്പോഴത്തെ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഒരുപോലെ വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വർക്കിലോട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ്. പക്ഷെ അതല്ലാണ്ട് നമുക്ക് വീട്ടിൽ ഹൗസ് വൈഫായിട്ട് താമസിക്കുന്ന ഒരു വിഭാഗം വനിതകളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് ഏത് തരത്തിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? ഇതിൽ എല്ലാം ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്തിട്ട് അവർ രക്ഷപ്പെടില്ല. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു പെയിൻറ്റിങ് ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം ആ പെയിൻറ്റിങ്ങാണ് അദ്ദേഹത്തിന് പ്രൊഫഷൻ. അദ്ദേഹത്തിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പെയിൻറ്റ് ചെയ്താലും അദ്ദേഹത്തിന് ഒരു മടുപ്പ് തോന്നില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ പാഷനാണ്. ഇത്തരത്തിലുള്ള പാഷൻ എന്താണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ചില പാഷൻ ഒരിക്കലും അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇതാണ് എൻ്റെ പാഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടില്ല ചിലർക്ക്. അപ്പോൾ നമ്മൾ കുറേ സംഗതികൾ ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ അതിലത്തെ ഒരെണ്ണം നമുക്ക് വർക്കൗട്ടായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗ്രാഫ് നോക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ കമ്പനികളെ കുറിച്ച് പഠിച്ച് ഗ്രാഫ് നോക്കിക്കൊണ്ടിരിക്കാൻ ഓക്കെയാണ്. ഇതേപോലെ തന്നെ കൃഷിയിലാണെങ്കിലും എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ തോട്ടത്തിൽ നിൽക്കാൻ, പച്ചക്കറി ഇതാക്കിയിട്ടൊക്കെ നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും എൻ്റെ പാഷനാണ്. ചിലപ്പോൾ എനിക്ക് വേറൊരു സംഗതി മേ ബി ഒരു അക്കൗണ്ട്സിൽ പോയിട്ട് നിൽക്കാനായിട്ട് എനിക്ക് ചിലപ്പോൾ പറ്റില്ല, മാർക്കറ്റിംഗ് തീരെയും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന വനിതകളോ ഇവരൊക്കെയാണെങ്കിൽ അവർക്ക് ഒരു കേസ് കൃഷി എല്ലാവർക്കും വേണമെന്ന് ഞാൻ പറയില്ല. എല്ലാം ഓരോരുത്തർക്കും പറഞ്ഞിട്ടുള്ള പണിയുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ കുക്കിംഗ് ഇഷ്ടമായിരിക്കും. കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ അവർക്ക് കുക്കറി വീഡിയോസും ഇതെല്ലാം ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ വളരെ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് അതിൽ എക്സ്പോഷർ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ കുറച്ച് കുക്കിംഗ് വീഡിയോസ് എല്ലാം ചെയ്തിട്ട് അവരെ ഇത് ചെയ്യുന്നു. അതല്ലെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മറ്റേ ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ് ആയിട്ട് മറ്റേ വീട്ടിലെ ബിരിയാണി, വീട്ടിലെ ഊണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സാധ്യതകൾ നോക്കാം. പിന്നെ അത് ഓരോരുത്തരും വ്യക്തിഗതമായിട്ട് ആലോചിക്കുക. ഒന്ന് മനസ്സിരുത്തി മനസ്സമാധാനത്തോടെ ആലോചിച്ചാൽ 2-3 ദിവസം ആലോചിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ
പിന്നെ കൂടുതൽ ആലോചിക്കരുത്, പിന്നെ ഇറങ്ങണം. കാരണം കൂടുതൽ ആലോചിച്ച് 4 ആളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിൽ പോകും. കാരണം എല്ലാവരും നിന്നെ കൊണ്ടത് പറ്റില്ല ചവിട്ടി താത്തും. അതിനൊക്കെ സംഗതി ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ആലോചിക്കാണ്ട് ഇറങ്ങുക. വലിയ രീതിയിലുണ്ട്, ചെറിയ രീതിയിൽ ഇറങ്ങി തുടങ്ങുക. പിന്നെ നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി അറിയില്ലേ, പിന്നെ അങ്ങോട്ട് തെളിഞ്ഞോളൂ, അത്രേ ഉള്ളൂ. പലരും ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, നമ്മുടെ കയ്യിലുള്ള കഴിവാണെങ്കിൽ നമുക്കത് ഈ പറയുന്ന പോലെ തന്നെ നമുക്കത് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലാറ്റ്ഫോമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ടായിരിക്കും അവർ ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാത്തത്. അപ്പോൾ ഞാൻ അവർക്കൊരു മോട്ടിവേഷന് വേണ്ടി ചോദിക്കുകയാണ്, ഇപ്പോൾ സനൽ സാറിന്റെ മൊത്തം റവന്യൂയിൽ എത്ര % കൃഷിയിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ഇതൊരു പാസീവ് ഇൻകം ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശരിക്കും എനിക്കിത് ആക്റ്റീവ് ഇൻകം കൃഷി. കാരണം ഞാൻ 2014 ടെക്നോ പാർക്കിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. അവിടെ മുതൽ ഞാൻ ഈ കഴിഞ്ഞ 10 വർഷം ജീവിക്കുന്നത് ഇത് തന്നെയാണ്. അത് ചിലപ്പോൾ അതിൻ്റെ വ്യാപ്തി പറഞ്ഞറിയില്ല. എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഒരുപാട് സ്ഥലം എന്ന് പറയാനില്ല. കാരണം പച്ചക്കറി വന്നിട്ട് 80 സെൻറ്റിലും പച്ചക്കറി. പിന്നെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ കയ്പ, പയർ, പടവലം, ചുവക്ക, പീച്ചിങ്ങ, മത്തൻ, കുമ്പളം, കോവല്, കുക്കുമ്പർ, വെണ്ട, ചീര, പച്ചമുളക്, പാലക്ക്, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ടുള്ള മറ്റേ ഈ പറയുന്ന ചേന, ചേമ്പ്, ഇതെല്ലാം വീട്ടിലും ഉണ്ട്. അച്ഛനും സജീവമാണ് കൃഷിയിലൊക്കെ. പിന്നെ കൃഷി, അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ നമുക്കുള്ള നെല്ല് കൃഷിയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉള്ളി, സവോള, ഉരുളക്കിഴങ്ങ് മാത്രമേ പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ, ബാക്കിയൊക്കെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു കൃഷി അപ്പോൾ ഈ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഇതുവരെ ഇന്ന് വരെയും അതിൽ നിന്നുള്ള വരുമാനം ഒരു 50-60% അത് തന്നെയാണ് ഇൻകത്തിന്റെ. അപ്പോൾ ആ ഇൻകം പോയി. ഇപ്പോൾ മറ്റൊരു ഇൻകം, ഇപ്പോൾ മറ്റേ റവന്യൂ, ഇപ്പോൾ സ്റ്റോക്ക് ബ്രോക്കിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡുള്ള റവന്യൂ പോയാലും വിഷയമല്ല. കാരണം ഇതുണ്ട്. കാരണം അതുണ്ടായിട്ടല്ല ഞാൻ വന്നത്. ടെക്നോ പാർക്കിൽ നിന്ന് വരുമ്പോൾ സാലറി അന്ന് വരെ വരുന്ന സാലറി ആ ദിവസം മുതൽ ഇല്ല, അടുത്ത ദിവസം മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ എന്താ വെച്ചാൽ ഈ കൃഷി എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു ഇതുണ്ട്, ഒരു അഗ്രികൾച്ചറാണ് ശരിക്കും. ഈ ഒരു കൾച്ചറിൽ എന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാവരും ഉണ്ടാവും കേട്ടോ. കാരണം ഒറ്റയ്ക്ക് ഒരാൾക്കും കൃഷി ചെയ്തിട്ട് ഇതാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ വീട്ടിലത്തെ അവസ്ഥ എന്താ വെച്ചാൽ പച്ചക്കറി വലിക്കാൻ പണിക്കാരുണ്ട്, പണിക്കാർ വലിക്കുന്നു, കൂടെ നമ്മൾ കെട്ടലും ഇതൊക്കെ ആയിട്ട് വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും സപ്പോർട്ട് ഒരുമിച്ച് തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. മാർക്കറ്റിൽ കയറും, അതൊക്കെ അതിൻ്റെ പ്രോസസ്സിൽ വരും ഇതെല്ലാം. പിന്നെ നമ്മുടെ ചുറ്റോടുള്ള എല്ലാ വീടുകളിലേക്കും നമുക്കാവുന്ന പച്ചക്കറികളെല്ലാം കൊടുക്കുന്നു ബന്ധുക്കൾ. അപ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരും ഇത് വെച്ച് ജീവിക്കുന്നത്. അതിന് മോണിറ്ററി ബെനിഫിറ്റ് അതൊന്നും കണക്ക് കൂട്ടുന്നില്ല. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഹെഡ്വിൻഡ് വരികയാണെങ്കിൽ, അതായത് കൃഷി എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ റിട്ടേൺ തന്നോണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കാറുള്ളത്? അത് നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡൈവേഴ്സിഫിക്കേഷൻ വേണം, സെക്ടർ വൈസ് ഡൈവേഴ്സിഫിക്കേഷൻ വേണം, പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ, അതുപോലെ തന്നെ കമ്പനി വൈസ് ഡൈവേഴ്സിഫിക്കേഷൻ വരുന്ന പറയല്ലോ. ഇതേപോലെയാണ് കൃഷിയിലും. ഒറ്റവെള്ളം ചെയ്യില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പച്ചക്കറിയുടെ ലിസ്റ്റ് കണ്ടല്ലോ, ഇതിലെല്ലാം ഉണ്ട്. പച്ചക്കറിയുടെ ഇതെന്ന് പറഞ്ഞാൽ 4 മാസമാണ് പച്ചക്കറിയുടെ കാലാവധി. ഓക്കെ, ഈ 4 മാസം പറയുമ്പോൾ ഒരു വർഷത്തിൽ 3 ക്രോപ്പ് കിട്ടും. അപ്പോൾ ഒരു ക്രോപ്പ് ഫുള്ള് പോയാൽ നമുക്ക് അടുത്ത 2 ക്രോപ്പിൽ പിടിക്കാൻ പറ്റും. പിന്നെ ഇതല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളാണ്, നെല്ലും ഇതെല്ലാം ഇതേപോലെ തന്നെയാണ് അതിന്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് നഷ്ടപ്പെടില്ല. പിന്നെ രണ്ടാമത്തെ കേസ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുക, ഹൈടെക് ഫാമിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 1.5 ഏക്കർ അല്ല 50 ഏക്കർ സ്ഥലമായാലും മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാറ്റിലേക്കും വെള്ളം ഒരേപോലെ എത്തും. 1 മണിക്കൂർ മെനക്കെട്ട ഈ 100 ഏക്കർ സ്ഥലമായാലും വളം വിടല് ഇത് കൂടെ എല്ലാം മെഷീൻ തന്നെയാണ്, മെക്കനൈസ്ഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്നത്. സാധാരണ കൃഷിയിൽ ഞാൻ നേരത്തെ നിർത്തിയിട്ട് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് എൻ്റേത് പ്രിസിഷൻ ഫാമിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് മെക്കനൈസ്ഡ് ആണ്. അപ്പോൾ ഒരാൾ മതി ശരിക്കും പണിക്കാർ, ഒരാളാണ് സ്ഥിരം, ഒരു ചേച്ചിയാണ് പണിക്കുണ്ടാവുക. ഓക്കെ, ബാക്കിയെല്ലാം നടക്കും. കാരണം ബാക്കിയെല്ലാം മെക്കനൈസ്ഡ് ആണ്. അതൊരു സിസ്റ്റം പോലെ റൺ ചെയ്യുന്നത്, അല്ലാതെ ഇതല്ല. അപ്പോൾ സാധാരണ കൃഷിയാണെങ്കിൽ എന്നെ ഞാൻ നിർത്തിയിട്ട് പോയിട്ടുണ്ടാവും. ഇത് ഹൈടെക് ആയതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇനി ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ സനൽ സാർ ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആ ഒരു തലത്തിലുള്ള ഇമ്പോർട്ടൻസും ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചൊക്കെ അറിയാലോ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇൻകം, ഈ പാസീവ് ഇൻകം ആണെങ്കിലും അതുപോലെ തന്നെ ആക്റ്റീവ് ഇൻകം ആണെങ്കിലും, ഏത് തരത്തിലാണ് അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ? നല്ലൊരു ചോദ്യമാണ് അത്. ഇതും എല്ലാം പേഴ്സണലൈസ്ഡ് ആണ്. ഞാൻ പേഴ്സണലി ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വരുമാനം വന്നു, അതിൻ്റെ 20% ഞാൻ അപ്പം തന്നെ ഞാൻ മാറ്റും. നമ്മൾ 50-30-20 റൂൾ അത് ആലോചിച്ച സിമ്പിളായിട്ട്. അങ്ങനത്തെ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. കിട്ടുന്ന വരുമാനത്തിൽ 50% നമ്മൾ ഇതിന് മാറ്റി വയ്ക്കുന്നു, നമ്മുടെ നീഡ്സിന് മാറ്റി വയ്ക്കുന്നു.
30% നമ്മൾ വാൺസിന് മാറ്റി വയ്ക്കുന്നു, 20% നമ്മൾ സേവ് ചെയ്യുന്നു. അത് അക്കൗണ്ടിൽ വന്നാൽ തന്നെ അപ്പം തന്നെ സേവിങ്സ് ആവും. അപ്പോൾ ഇപ്പോൾ എൻ്റെ പച്ചക്കറി ആണെങ്കിൽ പച്ചക്കറി വിറ്റിട്ട് ബില്ല് മാറിക്കഴിഞ്ഞാൽ 20% എമൗണ്ട്, അത് 1000 ഉറുപ്പ്യ കിട്ടിക്കഴിഞ്ഞാൽ 200 ഉറുപ്പ്യ, 10,000 കിട്ടിയാൽ 2000 ഉറുപ്പ്യ. അതങ്ങനെ അപ്പം തന്നെ സെറ്റ് ഓഫ് സ്റ്റോക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അതിൽ മ്യൂച്വൽ ഫണ്ട്സ് SIP വെക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആ സെറ്റ് ഓഫ് സ്റ്റോക്സിലേക്ക് അങ്ങനെ മാറ്റുകയും ചെയ്യാം. അതിൽ കൂടുതൽ നമ്മൾ ചിന്തിക്കാൻ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ 20% ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ചിലപ്പോൾ ചിലർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു നല്ല താളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊന്ന് പെട്ടെന്ന് 20% വലിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം 10% തുടങ്ങും, പിന്നെ ഗ്രാജുവലി ആഡ് ചെയ്ത് 20ലേക്ക് എത്തിച്ചാൽ മതി. അത് കൂടുതൽ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ടൈറ്റ് ആവും. ഓക്കെ, ഒരു മീഡിയം ഇൻകൊക്കെയാണ് ടൈറ്റ് ആവും. കാരണം മറ്റേ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു സാലറിയുടെ എംപ്ലോയിനെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു കിട്ടുന്ന ആ പൈസ വെച്ചിട്ടാണ് ഇത്രയും മാസങ്ങൾ ഇത്രയും കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് വന്ന് 20 മാറ്റാൻ പറ്റില്ല. ആദ്യം 10ൽ തുടങ്ങുന്നു, പിന്നെ അത് 20ലേക്ക് 20ന്ന് കൂട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് 40 വരെ എത്തിക്കണം എന്നൊക്കെ പറയുക. അതെങ്ങനെയാണ് പറ്റുന്നത് ആ ഒരു ലെവലിൽ പോകുന്നതാണ്. ഈ 50-30-20 റൂള് നല്ലൊരു സാധനം തന്നെ ഫോളോ ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞല്ലോ, എല്ലാവർക്കും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ സനൽ സാറിനെ സംബന്ധിച്ച് 2 ഇൻകം വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഒരു റേഷ്യോ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും നമുക്ക് ഈ ഒരു റേഞ്ചിലെ സാലറി അല്ലെങ്കിൽ ഇൻകം ഉണ്ടാവില്ലായിരിക്കുമല്ലോ. ഇപ്പൊ നമുക്കൊരു വേഴ്സ്റ്റ് സിനാരിയോ എടുക്കാം. അതായത് ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന യങ്സ്റ്റേഴ്സ് ആണെന്ന് വെക്കാം. എന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഞാൻ ഫസ്റ്റ് ടൈം ജോലിക്ക് കയറുകയാണ്. എനിക്ക് ഒരു 20,000 റുപ്പീസാണ് എനിക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നുള്ളൂ എന്ന് വെക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയൽ ആയിട്ട് എങ്ങനെയായിരിക്കും എനിക്കത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിലായിട്ട് മാറ്റാൻ പറ്റാം? ഞാൻ പാലക്കാട്ടിലെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നത്. ഓക്കെ, വേറൊരു ഇതിനേക്കാൾ വേസ്റ്റ് തന്നെ പറയാം. 12,000 സാലറി കിട്ടുന്ന ഒരാൾ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലെല്ലാം നമ്മുടെ ക്ലൈൻ്റ് ആയിട്ടുള്ള വിഷയം. അവർ ആദ്യത്തെ ആ കുട്ടിക്ക് ഫസ്റ്റായിട്ട് ജോലിക്ക് കയറിയത് 23 വയസ്സ് ആയിട്ടുള്ളൂ. 12,000 റുപ്യാണ് സാലറി. കോയമ്പത്തൂരാണ് ജോലി ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവരുടെ അടുത്തും പറഞ്ഞിരിക്കുന്നത് നീ കാര്യം ചെയ്യും, നിനക്ക് ഇത്ര കിട്ടുന്നത്, നീ അതിന് 2,000 രൂപ സേവ് ചെയ്യാൻ നോക്കണം മസ്റ്റായിട്ട് എന്ന് പറയാം. ആ കുട്ടി അത് കൃത്യമായിട്ട് 1 വർഷമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, പിന്നെ നമുക്ക് ഫ്രണ്ട്സ് എല്ലാം പുറത്തേക്ക് പോകുന്ന സമയത്ത് മനസ്സിനൊരു ഇത് തോന്നുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചില്ല, നമ്മൾ ഈ പോർട്ട്ഫോളിയോ നോക്കുന്ന സമയത്ത് ആ സമാധാനം. ഓക്കെ, പിന്നെ നമുക്ക് സന്തോഷം കിട്ടുന്നത് മേ ബി ഇപ്പോൾ എക്സ്പെൻഡിച്ചർ ചെയ്തുകൊണ്ട് തന്നെ സന്തോഷം വേണമെന്ന് നമുക്ക് ഇതാക്കേണ്ടെന്നില്ല. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു മാളിൽ പോയിട്ട് നമ്മൾ 500 രൂപ എല്ലാം അല്ലെങ്കിൽ 1000 രൂപയെല്ലാം ചാർജ് ചെയ്തുകൊണ്ട് എൻജോയ്മെന്റ് ചെയ്യാം. കൂടെ 20 രൂപയോ 30 രൂപയോ കൊടുത്ത് നമ്മുടെ പാർക്കിൽ പോയിട്ടും കളിക്കാം. 2 എൻജോയ്മെന്റ് കിട്ടുന്നില്ല, 2 തലത്തിലാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനമാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ മറ്റേ 500 രൂപ കിട്ടുന്ന ഒരു തൊഴിലാളിയും ജീവിക്കുന്നുണ്ട്, 5 ലക്ഷം കിട്ടുന്ന ഒരാളും ജീവിക്കുന്നുണ്ട്. 2 പേർക്കും വേണമെങ്കിൽ കടങ്ങളുണ്ടെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഈ 5 ലക്ഷം കിട്ടുന്ന ആൾക്ക് കടം ഇല്ലാതിരിക്കണം. ഇതുണ്ട്. അപ്പോൾ ആ ഒരു ഇതാണ് പറയുന്നത്, നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ നോക്കി കാണുന്നു എന്നുള്ളൊരു ഇത് വേണം. നമ്മൾ അപ്പുറത്തെ ആള് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു, നമുക്ക് ആ ലെവലിൽ എത്തണം. നമ്മുടെ ഇൻകം ഒന്നെങ്കിൽ നമുക്ക് അത്രയും ഇൻകം ആക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ, ട്രൈ ചെയ്യണം മസ്റ്റായിട്ട്. ഇനി അത് നടന്നില്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിയിട്ട് ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് ഇൻഫ്ലോ പൈസ എത്ര വരുന്നുണ്ട് അതിനനുസരിച്ച് നമ്മളൊരു ചെലവിനെ നിയന്ത്രിക്കുക. ഒരു പരിധി കൂടുതൽ നമുക്ക് ചെലവിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇത് കൂട്ടണം, ഇൻകം കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം മസ്റ്റായിട്ട്. പക്ഷെ എന്നാലും ഇതിൽ ഈ ചെലവ് ഒരു കൺട്രോൾ എപ്പോഴും ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ 50-30-20 റൂൾ തന്നെയാണ് അതിൻ്റെയും ബേസ്. പക്ഷെ നമ്മൾ തുടക്കകാലത്ത് നമ്മൾ ഇത്തിരി സേവിങ്സിനായിട്ട് നമ്മൾ ഇത്തിരി ഒന്ന് പിടിക്കണം, അത്രയേ ഉള്ളൂ. ആദ്യം ഒരു ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് കൃഷിയിൽ ഫോക്കസ് ചെയ്തു. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് തലത്തിലോട്ട് വന്നിട്ട് മാർക്കറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ 3 ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളെന്ന നിലയിൽ അവസാനമായിട്ട് യങ്സ്റ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ സമ്പാദിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരോടൊക്കെ ആയിട്ട് എന്താണ് പറയാനുള്ളത് അവസാനമായിട്ട്? നമ്മൾക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് ഇത്. അത് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് എക്സ്ട്രാ ഒരു എഫേർട്ട് ഇടും. സാധാരണ ഒരു ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിൽ ചെയ്യുന്നതിനേക്കാൾ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടും. അതാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാധനം. കാരണം ഞാൻ ചെയ്തതല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ.
പിന്നെ പരമാവധി വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് എപ്പോഴും നമ്മൾ മനസ്സിലായി. എങ്ങനെ നമുക്ക് ബെറ്റർ വാല്യൂ ക്രിയേറ്റ് ചെയ്യാം. ഈ വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് സ്വാഭാവികമായിട്ടും അത് കൺവേർട്ട് ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളെ അത് കൺവേർട്ട് ചെയ്തിട്ട് പൈസ വരും. ഇത്രയും ഈ 2 സാധനം നമ്മൾ മനസ്സിൽ ഉണ്ടായാൽ മതി. യെസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സാണ് പറഞ്ഞത്. പോസിബിൾ ആയിട്ടുള്ള വഴികളുണ്ട്. അതല്ലാണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കിയത്. ഏതായാലും മീറ്റി ടോക്സിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.